പി എസ് സിയിലൊക്കെ വരുന്ന ഒരു നമ്പർ സീരീസാണ് ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇവിടെ ഡിഫറൻസ് നോക്കി നമുക്ക് മനസ്സിലാവും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. കാരണം ഇതൊരു ചെറിയതാണ്, ഇത് വലുതാണ്, ഇത് ഇതിനേക്കാളും കുറവാണെങ്കിൽ പിന്നെ വരുന്നതൊക്കെ കൂടുതലായിട്ടുമാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ -1 ഡിഫറൻസ് വരും, ഇവിടെ +1 വരും, ഇവിടെ ആണെങ്കിൽ +5 വരും, ഇവിടെ ആണെങ്കിൽ +23 വരും. അപ്പോൾ അതിന് നമുക്ക് റിലേഷൻ കാണാൻ കഴിയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ വേറൊരു ബന്ധം എന്ന് പറയുന്നത് ഈ 4ൻ്റെ പകുതിനോട് ഒന്ന് കൂട്ടിയതാണ് 3. അതേപോലെ തന്നെ ഇതിൻ്റെ 1നോട് ഗുണിച്ചിട്ട് 1 കൂട്ടിയതാണ് 4. ഇതിനെ 4നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയതാണ് 9. 9നെ 3 കൊണ്ട് ഗുണിച്ചതിനോട് 1 കൂട്ടിയതല്ല ഇത് 32 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻ അല്ല അത്, ആ ഒരു പാറ്റേൺ അല്ല. ഈ മെത്തേഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതും ആവില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ 0.5, 1, 2 അങ്ങനെ 3 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ 0.5ൻ്റെ ഇരട്ടിയാണല്ലോ 1, 1ൻ്റെ ഇരട്ടിയാണ് 2, 2ൻ്റെ ഇരട്ടി 4 ആണ്. ചിലപ്പോൾ 4 വെച്ച് നോക്കിയാലും ഇത് റെഡി ആവില്ല. 9 × 4 എന്ന് പറഞ്ഞാൽ 36 ആണ്, +1 എന്ന് പറഞ്ഞാൽ 37 ആവും. പക്ഷേ ഇവിടെ നമുക്ക് 32 ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റൊരു റിലേഷൻ നമുക്ക് നോക്കാവുന്നത് ഇതിൻ്റെ ഈ 4ൻ്റെ ഒന്നുകൊണ്ട് ഗുണിച്ചതിനോട് -1 ചെയ്താൽ 3 കിട്ടും. ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് -2 ചെയ്താൽ 4 കിട്ടും. അതൊരു അത്യാവശ്യം നമുക്ക് തോന്നി 32 വരെ പോകാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ×1 -1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതേപോലെ 3ൻ്റെ ×2 - 2 എന്ന് പറഞ്ഞാൽ 6 - 2 4 ആണ്. അതേപോലെ 4ൻ്റെ 3 - 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 9ൻ്റെ 4 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32, കാരണം 36 - 4 = 32 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് എത്താൻ പോവാണ്. നമ്മൾ ×5 - 5 ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0, അതായത് 2 × 5 10, 0 ഇട്ടു, 1 ശിഷ്ടം 5, 3 15, 15 ആ 1 160 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155, അതായത് 155 ആയിരിക്കും. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155 ആണ്. ഈ 32ന് ശേഷം വരുന്ന ആ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ 155 ആയിരിക്കും.